ചൈന ഗോഞ്ചോ എയർപോർട്ട് അല്ലേ? നമ്മൾ ആദ്യമായിട്ട് ചൈനൻ്റെ മണ്ണിലേക്ക് കാലുത്താണ്. ചൈന നല്ല അടിപൊളി ഫ്ലൈറ്റല്ലേ? ഫ്ലൈറ്റല്ലേ? അത്യാവശ്യം എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലല്ല. ബോക്സോൻ്റെ ടോറൊക്കെ സംഭവം കുഴപ്പമില്ല, കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ആദ്യത്തെ കണ്ണു പോയത് നമ്മുടെ കാറുകളിലേക്ക് കേട്ടോ. കാരണം ഇവിടുത്തെ കാറുകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാനുള്ളൊരു എക്സൈറ്റഡ് ഉണ്ട്. അപ്പോൾ ചൈനക്കാരാണ് കണ്ടേ നമുക്കൊന്ന് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് എമ്പോഴാണ് എൻ്റെ കണ്ണ് ആദ്യം ഓടുന്നത്. കാരണം നമ്മൾ ഈ വണ്ടി ഫീൽഡ് ആയതുകൊണ്ടേ നമ്മളെ കണ്ണ് മൊത്തം എപ്പോഴും വണ്ടിയിലേക്കായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ഇറങ്ങിയതും ആദ്യം ഓടിയ അതാണ്, വണ്ടീൻ്റെ അടുത്ത് പോയി നോക്കിയത്. എന്തായാലും വല്ലാത്തൊരു എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ചൈനയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് സംബന്ധമായിട്ട് എനിക്കൊരു ഓട്ടോ ട്രാൻസ്മിഷൻ്റെ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു മെഷീൻ, ഓട്ടോ ട്രാൻസ്മിഷൻ സംബന്ധമായിട്ടൊരു മെഷീനാണ് ഞാൻ നോക്കുന്നത്. എന്തായാലും ഒന്ന് ഫ്രീ ആകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഭാര്യയും കൂടി വന്നത്. ഇത് നടക്കുന്നത് ഞങ്ങൾ ഉറക്കമൊഴിച്ച് വന്നുകൊണ്ട് അതിൻ്റെതായ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ട് ഫോക്സ്വാഗൻ്റെ ലുക്ക് ഉണ്ടല്ലോ അല്ലേ? ഫോക്സ്വാഗൻ നമ്മൾ നേരെ പാലത്തിൻ്റെ മേലേക്ക് കയറുക തോന്നുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇവിടെ എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണല്ലേ വണ്ടി. പണ്ട് ഞാൻ ഗൾഫിലേക്ക് പോയപ്പോൾ ആ ഒരു ഓർമ്മയാണ് എനിക്ക് വരുന്നത്. കാരണം എന്താ പറയുക, ഫസ്റ്റ് പോയപ്പോൾ ഇതേപോലെ ഫസ്റ്റത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ പോകാത്ത സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പോകുമ്പോഴേ ഒരു ഫീൽ വരാറുണ്ട്. അതുപോലെ എന്താ പറയുക, ഇവിടുത്തെ ബോർഡുകൾ നോക്കിയിട്ടാണ് ഒന്നും മനസ്സിലാകുന്നില്ല. അവിടെ പോയപ്പോൾ അതേപോലെ ഞാൻ GCCയിൽ ഫസ്റ്റ് സൗദി അറേബ്യയിൽ പോയപ്പോൾ അറബിയായിരുന്നു നമുക്ക്. അപ്പോൾ എന്താണെന്നൊരു എത്തിപ്പിടിയില്ല ആ പറഞ്ഞ പോലെ. പിന്നെ അറബി വരെ വായിക്കാൻ പഠിച്ച് നമ്മൾ ഇവിടെ നമ്മൾ പോകുമ്പോഴേക്കൊരു 4 വാക്ക് ചൈന പഠിച്ചിട്ട് ഇവിടുന്ന് പോകുള്ളൂ. അയ്യോ വണ്ടിയുടെ പേരോ നമ്പറിലെല്ലാം എന്തൊക്കെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഗുഡ്സിനെല്ലാം മഞ്ഞ കളറല്ലേ നമ്പർ പ്ലേറ്റിന്. പക്ഷേ ഇലക്ട്രിക്കൽ ബസ്സിനൊക്കെ വേറെ കളറാട്ടോ. എല്ലാ നെയിം ബോർഡിനും എല്ലാ സൈൻ ബോർഡിനും മെയിനായിട്ടുള്ള സ്ഥലങ്ങൾക്കൊക്കെ വെച്ചിട്ടുള്ള ചൈനീസ് ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും വെച്ചിട്ടുണ്ട് മെയിൻ റോഡിൽ ബോർഡുകൾ കിട്ടും. അതുകൊണ്ടൊരു ഉപകാരമുണ്ട്. ഇവിടെ നോക്കാനും നമുക്ക് വായിക്കാനൊക്കെ പറ്റും. മറ്റേ ഒന്നും മനസ്സിലാവില്ലല്ലോ, സീറോ. ഇപ്പോൾ കുറേ ഇംഗ്ലീഷ് ബോർഡുകളുള്ളതുകൊണ്ട് കുറേയൊക്കെ സമാധാനമുണ്ട്, നമുക്ക് പറ്റും. ഇതാ ബസ് ഇലക്ട്രിക്കൽ നല്ല എമ്മാരി ഓവർബ്രിഡ്ജ് നമുക്ക് അടിപൊളി. ചൈന നല്ല പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടാ ഇത് ഭംഗി നോക്ക്. ഇത് യൂക്കാലിയാണ് ആ പച്ചപ്പൊട്ട്. അപ്പോൾ ഇത് കൃഷിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല രസമുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. മറ്റേ ഇത് മണ്ണാണല്ലോ, TGX ആണല്ലോ വണ്ടി. ഇത് ട്രെയിലറൊന്നും പിന്നെ എന്താണല്ലോ നമ്മൾ ഇവിടുന്ന് വരുന്ന ഗൾഫിലൊക്കെ വരുന്ന വണ്ടികളില്ലേ, ചൈന വണ്ടികൾ, എല്ലാ വണ്ടികളും വരുന്നല്ലോ. ആ വണ്ടികളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്, മാറ്റമൊന്നുമില്ല. ഇത് TGX 470 ഈ ട്രെയിലർ.
ബുക്ക് ചെയ്ത ഹോട്ടൽ റംദല്ലേ, അടിപൊളി. ചൈനയിലൊക്കെ എത്തി. നമുക്ക് ഒരു 306 കിട്ടിയിട്ടുള്ളത് അല്ലേ, 306 ഓക്കെ. എന്താ അതിൻ്റെ ഫിനിഷിംഗ് അല്ലേ, ഡോറൊക്കെ നമുക്ക് ചൈനക്കാരെ കുബുദ്ധിയുള്ള ഡോറാണ്. എന്തായാലും ഓക്കെ. അയ്യോ കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ് അല്ലേ. മെനു കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇംഗ്ലീഷും ഉണ്ട്, രണ്ടും ഉണ്ടോ അല്ലേ. സെറ്റ് നല്ല ഭംഗിയുണ്ടല്ലേ. അതിൻ്റെ മോനെ ടോയ്ലറ്റൊക്കെ നോക്കിയാൽ ഡിജിറ്റലാട്ടോ, ഡിജിറ്റല് കുഴപ്പമില്ല, സെറ്റ്. നമ്മളതുപോലെ തന്നെ അല്ലേ, നമ്മളെ ഒരു മാറ്റം. പക്ഷേ ഇവരെ കൺസ്ട്രക്ഷനും ഈ പറഞ്ഞ പോലെ ഇൻറ്റീരിയർ വർക്കും അതൊരു 1.5 വർക്ക് കേട്ടോ. കാണാൻ തന്നെ ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ട്, നല്ല എന്താ പറയുക, അടിപൊളി അല്ലേ. ഇതോ ഇഷ്ടപ്പെട്ടില്ലേ? എടുക്കാനല്ല, നമ്മളിവിടെ താമസിക്കാനാണ്. എന്തായാലും ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഐഷ് അടിപൊളി, നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ. ഞാനത് തുറക്കുന്നില്ല. മെട്രോ ആണ് കേട്ടോ ഈ പോകുന്നത്, കാണാൻ ഭംഗിയുണ്ട്. ഇത് ഗോൻഷോ സിറ്റി അടുത്താണെന്ന് പറഞ്ഞത്, തൊട്ടടുത്ത് ഈ സിറ്റി തുടങ്ങുന്ന ഭാഗമാണത്. എന്തായാലും റൂം വളരെ ഇഷ്ടപ്പെടും, കാരണം നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ. ഇത് നല്ല എന്ത് ഭംഗിയാണ് നോക്കി, ടി വി ഒക്കെ നല്ല വെച്ച് സെറ്റ് ചെയ്ത്. ചൈനക്കാരന്മാരെ പൊതുവെ അവർക്ക് കുറച്ച് കണ്ണിങ് കൂടുതലാണ് ഇങ്ങനത്തെ കേസുകളിലൊക്കെ അല്ലേ. പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ഓ കൊക്കക്കോള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതോ നമുക്കേ കോള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൻ്റെ അകത്ത്. ലോക്കർ ക്യാഷിൻ്റെ ഇട്ട് വെക്കാം. നമുക്ക് പിന്നെ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട്, ഇടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോക്കറ്റിൽ നിന്ന് വെച്ചോളും. അപ്പോഴേ ഒന്ന് ഫ്രഷായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങുക, അതിന് ശേഷം കറങ്ങാൻ പോവുക അല്ലേ. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ട്രെയിനിങ്. ചൈനയിൽ നമ്മളെ ഈ മുന്തിരിക്ക് എന്തൊരു വ്യത്യാസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാധനം. അത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന ആ മുന്തിരിയാണ്, പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട് ഈ സാധനം കഴിക്കുമ്പോൾ. ബാക്കിയെല്ലാം ഓക്കെയാണ്. കണ്ണിമത്തൻ പൈനാപ്പിളിനും വ്യത്യാസമുണ്ടല്ലേ അല്ല, പൈനാപ്പിളൊക്കെ ഒരു വ്യത്യസ്തമുണ്ട്. വെള്ളം ഇറക്കണ്ടേട്ടാ, വേറെ